ഫ്ലൈഡോർ അല്ലേ? ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. വണ്ടിപ്രാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രാന്തം. ശരിക്കുള്ള പ്രാന്തന് ഈ ജാക്കിർ ഭായി ആണല്ലേ? ജാക്കിർ ഭായി എന്തൊക്കെയുണ്ട് വിശേഷം? ഇതേതാ വണ്ടി? ഏതാ മുതലേതാ കിടക്കുന്നത്? ഏതാ വണ്ടി നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാ സ്വിഫ്റ്റ് വണ്ടിയാണുള്ളത്. ഏകദേശം 12 ലക്ഷം രൂപേന്റെ മോഡിഫിക്കേഷൻ ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടല്ലേ? തന്നെ എടുത്ത് കാണിക്കാനുള്ള ഇതിന്റെ സൺറൂഫ് ഓട്ടോമാറ്റിക് ആണ് സൺറൂഫ് വരുന്നത്. അതേപോലെ തന്നെ ഈ ബോണറ്റിന്റെ മുകളിലൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെറ്റൽ ചെയ്തതാണ്. 2 ബോണറ്റ് കട്ട് ചെയ്തിട്ട്. അതെ, 2 ബോണറ്റ്. ഇത് ബോണറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റലിൽ ചെയ്തെടുത്തതാണ്. ബമ്പർ വന്നിട്ട് നമ്മൾ 2 ബമ്പർ എടുത്ത് കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. GTR അമോട്ടിക്സും കയറ്റിയിട്ടുണ്ട്. അതൊരു യുണീക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. GTR അത്യാവശ്യം എല്ലാവരുടെ ഉണ്ടാവും, അമോട്ടിക്സും ഉണ്ടാവും. രണ്ടും കട്ട് ചെയ്ത് കയറ്റിയിട്ട് ഒരു. പിന്നെ അതുപോലെ തന്നെ ഇത് സ്വിഫ്റ്റിന്റെ ഒന്നല്ലോ, പ്രൊജക്ടർ ലെങ്സ് വന്നിട്ട് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്ലൈഡോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിറ്റാച്ചബിൾ വൈറ്റ് ബോഡീസ് ആണ്. ഇത് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പണി ചെയ്ത് നല്ല പണി ചെയ്ത്. ഇത് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് പണിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷേപ്പിലും ഇതിലും കിട്ടാൻ വേണ്ടി. ഈ ഒരു വണ്ടി ഈ ഒരു കോലത്തിലേക്ക് ആക്കാൻ എത്ര കൊല്ലം എടുത്ത്? ഏകദേശം 5 വർഷം എടുത്തിട്ടുണ്ട്. ഈ 5 വർഷത്തിനടുത്ത് എത്ര രൂപ മോഡിഫിക്കേഷൻ കയറ്റി ഇതിന്റെ മുകളിൽ? ഇത് ഏകദേശം എമൗണ്ട് നോക്കാതെ ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കി ചെയ്തൊരു വണ്ടിയാണ്. ഈ സാറ്റിസ്ഫാക്ഷന്റെ ഒരു കുഴപ്പമുണ്ട്, എന്ത് ചെയ്താലും ഒന്നും തൃപ്തിയാകത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ പണിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ A to Z നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പ്, അതായത് ഒന്നും തട്ടിക്കൂട്ടി ചെയ്തിട്ടുള്ളതല്ല. നല്ല വൃത്തിയിൽ ഫിനിഷിംഗിലാണ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ ഒരു സ്വിഫ്റ്റിന്റെ മുകളിൽ എത്ര ലക്ഷം കയറിയിട്ടുണ്ടാവും? ഏകദേശം 12 lakh അടുപ്പിച്ച്. മാത്രം എത്ര കൊടുത്തിട്ടുണ്ടാവും? ഇത് അലോയ്സും ടയേഴ്സും കൂടി ഏകദേശം 92K അടുപ്പിച്ചായിട്ടുണ്ട്. 92K 17 ഇഞ്ച് അലോയ്സ് 10.5J വീലാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്കുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും അതും എല്ലാം സ്വന്തമായിട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്വന്തമായിട്ട്. പുറത്തുനിന്ന് അഡീഷണൽ ചെയ്ത വർക്ക് ഏതാണ്? അതായത് പുട്ടി വർക്കും പെയിന്റും പിന്നെ കിറ്റും മാത്രമേ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളൂ. ഈ വണ്ടിപ്രാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രാന്തം. ശരിക്കുള്ള പ്രാന്തന് ഈ ജാക്കിർ ഭായി ആണല്ലേ? അതേപോലെ തന്നെ അടുത്ത വർക്ക് ഈ ഫ്ലൈഡോർ അല്ലേ? ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം കുറച്ച് വർക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കിറ്റ് ചെയ്തത്, അതായത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ നോക്കിയാലോ? നല്ല സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലോണം താന്നിക്കണോണ്ട് അമ്പ് ചാടുമ്പോ ഒക്കെ വിഷയം വരില്ലേ? അല്ലല്ല, നമ്മൾ ഓൾറെഡി എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം, ഉള്ളിലും കൺട്രോൾ ചെയ്യാം. റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. അന്ന് കാണിച്ചോട്. റിമോട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ തന്നെ മനസ്സിലാവും അല്ലേ? അതെ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊന്നുന്നുണ്ട്. ഇതിന്റെ ഈ വൈറ്റ് ബോഡീസിന്റെ ഫിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മള് കുറച്ച് നല്ലൊരു പാടുപെട്ടായിരുന്നു ഇതിന്റെ ഫിറ്റ്മെന്റ്. അതായത് ഈ വീലോട് ചേർന്ന് കറക്റ്റ് കിട്ടുന്ന, അതായത് ഇതിനുള്ളിൽ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വരത്തില്ല. ആ ഒരു രീതിയിലാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. ബമ്പറാണ്, എൻകേസിന്റെ ബമ്പറാണ്. ഇത് അത്യാവശ്യം കോമൺ ആണ്. ABS അവൈലബിൾ ആണ്. ഇത് ഫൈബർ ആണ്. പിന്നെ എക്സോസ്റ്റ് വന്നിട്ട് ഡുവലാണ്. ഡുവലും വർക്കിംഗ് ആണ്. എക്സോസ്റ്റ് വന്നിട്ട് ഡുവലും വർക്കിംഗ് ആണ്. ഇത് ഓൾമോസ്റ്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? കാരണം വണ്ടിപ്രാന്തന്മാർ ഒരിക്കലും ആ ഒരു മൈലേജ് കാര്യങ്ങൾ നോക്കൂല. 6-7 അല്ലേ? എന്തായാലും അടിപൊളി. സ്വിഫ്റ്റിന്റെ മുകളിൽ മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഏകദേശം 12 ലക്ഷത്തിന്റെ മോഡിഫിക്കേഷൻ ഈ ഒരു വണ്ടിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എയർ സസ്പെൻഷന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഇത്. നമ്മളെ ടാങ്കിലുള്ള PSI പ്രഷറാണ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇത് ബാക്ക് അപ്പാണ്, ഇത് ഫ്രണ്ട് അപ്പാണ്. നമുക്കൊരു 40 PSI കഴിഞ്ഞാലേ നമുക്ക് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഫുള്ള് ഫിറ്റ്മെന്റ് അങ്ങനെ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സൺറൂഫാണ്. ഇത് ഹെഡ്ലൈനറാണ്, കസ്റ്റം ഹെഡ്ലൈനറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൺറൂഫിന് മാത്രം എത്ര ചെലവായി? ഇതിന് ഏകദേശം സൺറൂഫ് നമ്മൾ എടുത്തത് 38,000 രൂപയ്ക്കാണ്. പിന്നെ ഹെഡ്ലൈനർ വന്നിട്ട് 12,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടിഗ് വെൽഡിംഗ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. നോർമലി എല്ലാവരും ഗ്യാസ് വെൽഡിംഗ്, ഇത് ആദ്യം ഗ്യാസ് വെൽഡിംഗ് ചെയ്തതാണ്. എന്നിട്ട് ക്ലിയർ ആവത്തുണ്ട്. പിന്നെ ഒന്നേന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ സൺറൂഫ് എടുത്ത് പിന്നെ ടിഗ് വെൽഡ് അടിച്ച് ചെയ്തതാണ്. ടോട്ടലി എത്ര കോസ്റ്റ് വന്നു ഈ സൺറൂഫ് മാത്രം? സൺറൂഫ് മാത്രം ഏകദേശം ടിഗ് വെൽഡിങ്ങിന് ഏകദേശം 14K അടുപ്പിച്ചായിട്ടുണ്ട്. എല്ലാം ടോട്ടലിലേക്ക് ഒന്ന് 58K ഇല്ല ടോട്ടൽ എല്ലാം കൂടി ഒരു അറൗണ്ട് 60K സൺറൂഫ്.